നമ്മൾ ചിന്തിക്കുന്നതിലും വേഗത്തില് ഇറാന്റെ ഡ്രോൺ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതായിട്ട് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്തമായ ആക്രമണത്തിൽ തകർന്നു പോയിട്ടുള്ള ഇറാന്റെ ലോഞ്ചിങ് പാഡുകളും മൊബൈൽ ലോഞ്ചേഴ്സും അതേപോലെ തന്നെ മിസൈലുകളും ഡ്രോണുകളും അടക്കം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇറാന്റെ ഗുഹാമുഖങ്ങൾ അടക്കം തുറന്ന് ഇറാൻ പൂർണ്ണ സജ്ജരായി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തില് ഈ 6 ആഴ്ച കടന്നു പോയ സീസ് ഫയർ നമുക്കറിയാം. ആ സീസ് ഫയർ നിലനിൽക്കാനുള്ള കാരണമായിട്ട് പല ആൾക്കാരും വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് അമേരിക്കക്ക് നഷ്ടപ്പെട്ടു പോയ 34% സ്റ്റോക്ക് പൈലുകളെ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവരുടെ നാവികരെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്കൊരു പ്രിപ്പറേഷൻ ടൈം ആയിട്ടാണ് ഈ ഒരു സീസ് ഫയറിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ഒരു പ്രചരണം അല്ലെങ്കിൽ എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. എന്നാ ആ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിമറിച്ച് യഥാർത്ഥത്തില് ഈ 6 ആഴ്ച നീണ്ടു നിന്നിട്ടുള്ള ഈ ഒരു സീസ് ഫയർ ഇറാൻ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് കാണണ്ടേ. അതായത് ഇവര് വളരെ മാസീവ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ പൂർണ്ണ സജ്ജരായിരുന്നു എന്നാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്രയും കാലം ഇറാന്റെ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് ലോങ് ടേം വാറില് ശത്രുക്കളെ തളച്ചിടുക എന്നൊരു ടാക്ടിക്സ് ആണ് ഇറാൻ ഉപയോഗിച്ചത്. അതായത് അനന്തകാലം വാറിലോട്ട് ശത്രുക്കളെ കൊണ്ടുപോവുക. ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ശത്രുക്കളുടെ സ്റ്റോക്ക് പൈല് തീരും, അവര് സാമ്പത്തികമായിട്ട് തകരും. ഇങ്ങനെ വിജയം നേടുക, ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുക എന്ന് പറയുന്ന ടാക്ടിക്സ് ആണ് ഇത്രയും കാലം ഇറാൻ എടുത്തത്. എന്നാൽ ഈ ഒരു ടാക്ടിക്സ് മനസ്സിലാക്കുന്ന ശത്രുക്കള് അടുത്ത യുദ്ധത്തിലേക്ക് വരുന്ന സമയത്ത് ഇറാൻ ഏത് വിധത്തിലായിരിക്കും ഇറാൻ അടുത്തതായിട്ട് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ എന്ത് കാര്യമായിരിക്കും ഇറാൻ എടുത്തിടുക എന്ന കാര്യത്തിൽ കൺഫ്യൂസ്ഡും ആയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വളരെ ക്യുക്കായിട്ട് മാസീവ് ആയിട്ടുള്ള ആക്രമണം ഇസ്രായേലിനും അമേരിക്കൻ ബേസുകൾക്കും നേരെ നടത്തിയിട്ട് പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന വളരെ ഉൾട്ടയടിക്കുന്ന എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണ് ഇറാൻ പെർഫോം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇറാൻ ഉപയോഗിക്കാൻ പോകുന്ന എന്നുള്ള റിപ്പോർട്ടുകളും കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൗണ്ട് ഇൻവേഷൻ ഇറാന് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ സിവിലിയൻസ് എങ്ങനെയായിരിക്കണം അതിനോട് പ്രതികരിക്കേണ്ടേ, ആയുധങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ സിവിലിയൻസ് എങ്ങനെയായിരിക്കണം അതിനോട് പ്രതികരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന രീതിയിലുള്ള സിവിലിയൻ ഡെമോൺസ്ട്രേഷൻസ് അടക്കം ഇറാൻ ചെയ്തു വെച്ചു എന്നുള്ളതാണ്. ഇറാന്റെ നാഷണൽ ടെലിവിഷനിലൂടെയും അതേപോലെ തന്നെ പബ്ലിക്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ പരിപാടികളിലൂടെ എല്ലാം തന്നെ എങ്ങനെ AK-47 തോക്കുകൾ അടക്കം ഉപയോഗിക്കണം, എങ്ങനെ ഈ ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കണം എന്ന പരിശീലനം വരെ ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് ഇറാനും IRGCയും യഥാർത്ഥത്തിൽ നൽകി കഴിഞ്ഞു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സീസ് ഫയറിന്റെ സമയത്ത് ഏത് വഴിയിലൂടെയാണോ, ഏത് മലനിരകളുടെ മറപറ്റിയാണോ അമേരിക്കൻ സൈന്യവും അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളും അമേരിക്കൻ ഡ്രോണുകളും ഇറാന്റെ മണ്ണിലേക്ക് ആകാശത്തേക്ക് പ്രവേശിച്ചത്, അതിനെ എങ്ങനെ തടയിടണം, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ദൂരെ നിന്നും എങ്ങനെ ഈ പറയുന്ന എയർക്രാഫ്റ്റുകളെയും അതേപോലെ തന്നെ ഹെലികോപ്റ്ററുകളെയും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന രീതിയിലുള്ള സൈനിക പരിശീലനവും സൈനിക അഭ്യാസവും വരെ ഇറാൻ ഇതിനിടക്ക് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട വേറൊരു കാര്യം വരുന്നത്. അതായത് ഇതുപോലെ സൈനിക പരിശീലനം നടത്തിയിട്ടുള്ള അമേരിക്കൻ നാവിയുടെ 2 ഫൈറ്റർ ജെറ്റുകൾ കൂട്ടിയിടിച്ച് 2 ഫൈറ്റർ ജെറ്റുകൾ തകരുന്നതും അതിൽ നിന്നും 2 പൈലറ്റുമാർ പുറത്തു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ ഈ ഡ്രോൺ പ്രൊഡക്ഷനിലോട്ട് ഇറാൻ തിരിച്ചുപോയി, അല്ലെങ്കിൽ ഇറാൻ മാസീവ് ആയിട്ട് ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇസ്രായേലിനെതിരെ ലെബനോൻ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള എടുക്കുന്ന ടാക്ടിക്സും ഡ്രോൺ അറ്റാക്ക് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള റിപ്പോർട്ട് ഒരു 2-3 ഇസ്രായേലി പട്ടാളക്കാർ ഈ
ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ മാസീവ് ആയിട്ടുള്ള വെപ്പൺസും മാസീവ് ആയിട്ടുള്ള ആർട്ടിലറിയും ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് ബിൽഡ് ചെയ്യാനും വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഡ്രോണുകളെ വേറൊരു തലത്തില് ഈ ഇറാനും അതേപോലെ തന്നെ ഹിസ്ബുള്ളയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ 34% സ്റ്റോക്ക് പൈലിനെ റീഫിൽ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 വർഷത്തെ സമയമെങ്കിലും 1.5 വർഷത്തെ ഗ്യാപ്പ് എങ്കിലും വേണം എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് ഇറാന് നഷ്ടപ്പെട്ടിട്ടുള്ള അതിന്റെ 30%, 34% വരുന്ന അതിന്റെ ഡ്രോണുകളാണെന്നുണ്ടെങ്കിലും മിസൈലുകളാണെന്നുണ്ടെങ്കിലും വിത്തിൻ വീക്സിൽ അവർക്ക് അതിനെ ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് അത് അവരുടെ ആർമിയിലോട്ടും അവരുടെ ആർട്ടിലറിയിലോട്ടും അവർക്ക് അതിനെ അറ്റാച്ച് ചെയ്യാനും സാധിക്കുന്നു എന്ന വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഇറാനിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വളരെ ചീപ്പായിട്ട് റീബിൽഡ് ചെയ്യുക, വളരെ ചീപ്പായിട്ട് തന്നെ അതിനകത്ത് ബോംബുകളും അതേപോലെ തന്നെ സൂയിസൈഡൽ മെറ്റീരിയൽസും ഘടിപ്പിക്കാനും അത് ആർമിയിലേക്ക് അനക്സ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും കൂടിയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം വെച്ചിട്ടാവാം മേ ബി സീസ് ഫയർ ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണികൾ ഒരു ഭാഗത്തൂടെ വരുന്നുണ്ടെങ്കിൽ കൂടെ അതിൽ ഒരു തീരുമാനവും ഇപ്പൊ ആവുന്നില്ല. ഇറാന്റെ ശക്തമായിട്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് കാണേണ്ടത്.